പ്രായോഗിക ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയും ശക്തിയും ശരിക്കും തിരിച്ചറിഞ്ഞ് അതിനെ ജീവിതത്തിൽ വ്യക്തമായി ഗ്രഹിച്ച് നാം ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നത് ഉപരിവിപ്ലവമോ എടുത്തുചാട്ടമോ ബഹളമോ ഒന്നുമല്ല. പിന്നെയോ പ്രായോഗിക ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവും തികവും വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി പോകുന്നത് ആണ് എന്ന് നാം മറന്നു പോകരുത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ പലപ്പോഴും പല തെറ്റായ ദിശയിലേക്കും പോകുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. വളരെ വിമർശനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പഠിപ്പിക്കലുകളിൽ നിലനിൽക്കുന്നതായും തെറ്റായ ചിന്തകൾ മനുഷ്യരിലേക്ക് തൊടുത്തുവിടുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്രകാരം ഗുണകരമായിരിക്കും എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയും ജീവിതത്തിൽ അതിനെ ശരിക്കും മനസ്സിലാക്കി അത് നിലനിർത്തി മുൻപോട്ട് പോവുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നാം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു: എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതെ, സത്യത്തിൻ്റെ ആത്മാവെന്ന ഒരു കാര്യസ്ഥൻ അവൻ എന്നേക്കും നിലനിൽക്കേണ്ടതിന് നമ്മോടുകൂടി യേശുവിനാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. സത്യത്തിൻ്റെ ആത്മാവെന്ന പരിശുദ്ധാത്മാവ് പിതാവ് അയച്ചിട്ട് നമ്മളിലേക്ക് വന്നിരിക്കുന്നു. അതെ, കാര്യസ്ഥൻ നമ്മളുടെ കാര്യങ്ങൾ ശരിയാവണ്ണം നടത്തി നമ്മെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാൻ യേശുവിൻ്റെ നിർദ്ദേശപ്രകാരം പിതാവാകുന്ന ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് തരികയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ആജ്ഞയ്ക്കും പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശത്തിനും അനുസരിച്ച് നാം മുൻപോട്ട് പോകേണ്ടുന്നത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ശരിയായ ദിശയും ജീവിത സാഹചര്യങ്ങളും പഠിപ്പിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 14-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം: എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അതെ, വചനം നമ്മെ ഓർപ്പിക്കും. ചില സമയങ്ങളിൽ പലതും നാം മറന്നു പോകാറുണ്ട്. എന്നാൽ മറന്നതിനെ ഓർപ്പിച്ച് പ്രായോഗിക ജീവിതത്തിൽ നമ്മെ ശക്തരാക്കി നിലനിർത്തുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുന്നു എന്നത് നാം മറക്കാതെ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 1 യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ അതെ, അവൻ്റെ അഭിഷേകം നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരും. അതെ, സകലവും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മെ ഉപദേശിച്ച് തരുന്ന ഒന്നാണ്. മാനുഷിക വാക്കുകൾ ശ്രദ്ധിക്കുവാൻ നാം പോകുന്നതിനേക്കാൾ കൂടുതൽ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നാം ഇരിക്കുകയും ദൈവാലോചനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കുകയും ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുവാൻ വേണ്ടി അല്ലെങ്കിൽ നടപ്പിലാകുവാൻ വേണ്ടി നാം ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നല്ല നിലയിൽ പഠിപ്പിച്ച് വീഴാതെ വണ്ണം നമ്മെ നിലനിർത്തും എന്നുള്ളത് നാം മറക്കരുത്. മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വഴികാട്ടിയായി നിലനിൽക്കുന്നു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യവും 13-ാം വാക്യവും. അതെ, അതിങ്ങനെയാണ് നാം വായിക്കുന്നത്: എന്നാൽ നിങ്ങളിപ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതെ, സകല സത്യത്തിലും വഴി നടത്തും. മാത്രമല്ല, അനീതി വിട്ടൊഴിഞ്ഞ് ദൈവകൃപയിൽ പ്രേരിപ്പിക്കുവാൻ നമ്മെ
തയ്യാറാക്കും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മെ വിവേചിക്കുകയും നമ്മളുടെ കുറവുകൾ നമ്മെ തിരിയപ്പെടുത്തുകയും തരികയും ചെയ്യും. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. അതെ, മുൻകൂട്ടി കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു തന്ന് നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു. ഈ കാലഘട്ടത്തിൽ അനേകർ അങ്ങനെ മുൻകൂട്ടി കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ മറ്റു പലരുടെയും മുമ്പിൽ പോയി മുട്ടുമടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പല സമയങ്ങളിലും അപ്രകാരം നാം കേൾക്കുന്നതും അറിയുന്നതും തെറ്റായ ദിശയിലേക്കും മൂല്യച്യുതിയിലേക്കും നമ്മെ വലിച്ചിഴയ്ക്കുന്നതും കാണുവാനിടയായിത്തീരും. മാത്രമല്ല അനേക സമയങ്ങളിൽ മാനുഷിക വാക്കുകൾ നമ്മെ കൺഫ്യൂസ് ചെയ്യുകയും തെറ്റായ ദിശയിലേക്ക് നമ്മെ തിരിച്ചുവിടുകയും ചെയ്യാറുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ക്ഷമയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും നാം തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിയുക്തം വീഴാതെ വണ്ണം നമ്മെ നിലനിർത്തും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പിന്നെയും വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മെ പരിശുദ്ധാത്മാവ് തിരിയപ്പെടുത്തി തെറ്റില്ലാത്ത വഴികളിലൂടെ നമ്മെ നടത്തും. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. വേണ്ട എന്ന് തോന്നുന്നത്, അനീതിയായത് വേണ്ട എന്ന് വയ്ക്കുവാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഈ ലോകം വക്രതയും വഴുവഴുപ്പും വഞ്ചനയും തകർച്ചയും മൂല്യച്യുതിയും നിറഞ്ഞു നിൽക്കുന്ന ലോകമാണ്. കാര്യസാധ്യത്തിനു വേണ്ടി എന്തും ചെയ്യുവാൻ, എന്ത് വിലയും കൊടുക്കുവാൻ അനേകർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മീക പ്രായോഗിക ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളെ സ്വാധീനം ചെലുത്തുവാൻ തക്കവണ്ണം ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങി ദൈവഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ സ്റ്റെപ്പുകളെ മുൻപോട്ട് നയിക്കുമെങ്കിൽ കറയില്ലാത്ത കളങ്കമില്ലാത്ത വിശ്വസ്ത ദൈവമക്കളായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മെ ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഓരോ ദിവസവും പരാജയമില്ലാത്ത ഒരു പ്രായോഗിക ജീവിതം നയിക്കുവാൻ ദൈവവചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെക്കുറിച്ച് അതാഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് തൻ്റെ കാര്യസ്ഥനെ നമ്മളുടെ ഇടയിലേക്ക് അയച്ചു തന്നിരിക്കുകയാണ്. കുറവില്ലാത്ത ഒരു വിശ്വാസിയായി വിശ്വസ്തരായി മറ്റുള്ളവരെ നോക്കാതെ ലോകത്തിൻ്റെ ചിന്തകളിൽ വഴുതി വീഴാതെ ദൈവഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് അനുദിന ജീവിതം ജയകരമായി നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.